നമ്മളപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് ഇൻ ആൻ ആക്സിൽ ലൈൻ? ആക്സിൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഇത് കണ്ടോ, മൈനസ് ക്യൂ പ്ലസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് വിത്ത് വേ. ഇറ്റ്സ് എ ഡൈപോൾ. സെൻറ്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സെൻറ്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് പാർട്ടിലാക്കി പോയിൻറ്റ് പിയിൽ നമുക്ക് എന്ത് കാണണം? അവിടെയുള്ള നെറ്റ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളത് കാണണം. സോ ഈ ചാർജിൽ നിന്നും ഈ പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. സെയിം ഡിസ്റ്റൻസ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡാക്സിൽ ലൈൻ, അതായത് സെൻറ്ററിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസലായി പോവില്ല, കാരണം അതിൻ്റെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ബട്ട് രണ്ടും പോസിറ്റീവ് ചാർജ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ ഫീൽ ആവും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ഡിസ്റ്റൻസുകളൊക്കെ ഡിഫറൻ്റ് ആണ്. സോ ഇവിടെ വരുന്ന നെറ്റ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ the dipole and the point at which E have to calculated if given in the figure, above figure നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് ക്യൂ കാരണമുള്ള ഈ പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ മൈനസ് ക്യൂ ആണ്. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചാർജിന് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ടേക്ക് പുൾ ചെയ്യും. സോ ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദിസ് മൈനസ് ക്യൂ ചാർജ് ഇഫ് ടുവേർഡ്സ് ലെഫ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, കാരണം ടെസ്റ്റ് ചാർജ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ അതിനെ ലെഫ്റ്റിലോട്ടേക്ക് പുള്ളിയാണ് ചെയ്യുക. എന്നാൽ പ്ലസ് ക്യൂ കാരണം ഇവിടെ വെച്ചിരിക്കുന്ന ടെസ്റ്റ് ചാർജിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുകയാണ് യൂഷ്വലി ചെയ്യുന്നത്. സോ വാട്ട് ഈഫ് ഈ മൈനസ് ക്യൂ ഓൺലി മാഗ്നിറ്റ്യൂഡ്? അപ്പം നമ്മൾ മൈനസ് ക്യൂ ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ഈ മൈനസും പ്ലസും ഒക്കെ കുളംസ് ലോയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ നമുക്ക് എപ്പോഴും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണേണ്ടി വരുമ്പോൾ ഓൺലി ടേക്ക് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്, നോട്ട് ദ സൈൻ. സോ ഈ മൈനസ് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 4 pi epsilon 0 q. Only take q, not minus q, divided by what is the distance between this charge and the point? It is r plus a whole square, right? What is the expression for electric field intensity? 1 by 4 pi epsilon 0 into the charge taken divided by the distance between the charge and the reference point. നമ്മൾ ഏത് പോയിന്റിലാണോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണേണ്ടത് ആ പോയിന്റും ഈ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അടിയിൽ. സോ ഇറ്റ് ഈസ് r plus a whole square. Okay, and similarly ഇതേപോലെ തന്നെ what is E plus Q? That is equal to 1 divided by 4 pi epsilon 0. The charge is Q divided by r minus a whole square, right? ഇനി E minus Q is leftward, right? E minus Q ലെഫ്റ്റിലേക്കാണ് വരിക, E plus Q റൈറ്റിലേക്കാണ് വരിക. E plus Q rightward. Okay, so net electric field intensity നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. സോ ഈ ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E minus Q പ്ലസ്, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നോക്കുക, E plus Q അങ്ങോട്ടേക്ക്, E minus Q ഇങ്ങോട്ടേക്ക്. സോ ആദ്യം E plus Q, ഏതാരും എഴുതിയാലും കുഴപ്പമില്ല, പ്ലസ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളൊരു പോയിന്റിലത്തെ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ് നോക്കുമ്പോൾ റൈറ്റ് ഡയറക്ഷനിലേക്കുള്ളത് പോസിറ്റീവായിട്ടും ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവായിട്ട് എടുക്കണം. അതുകൊണ്ട് ഇവിടെയല്ല നമ്മൾ നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്, ഇതിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ നോക്കിയപ്പോൾ നമ്മൾ നെറ്റ് മാഗ്നിറ്റ്യൂഡ് ഒരു ലൈനിലുള്ള ഫോഴ്സുകളിലെ നെറ്റ് ഡയറക്ഷൻ കാണേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ളത് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളത് നെഗറ്റീവായിട്ട് എടുക്കണം. സോ E plus Q ഒക്കെ അങ്ങോട്ടേക്ക് മൈനസ് E minus Q, കാരണം E minus Qൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്, പക്ഷേ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് വരിക. സോ ആ ഡയറക്ഷൻ ഇതിൻ്റെ ഓപ്പോസിറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു അഡീഷണൽ നെഗറ്റീവ് സൈൻ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 Q divided by r minus a square minus 1 by 4 pi epsilon 0
q divided by r plus a square. Then ഈ ഫിഗറൊക്കെ നിങ്ങൾ വീഡിയോ നിങ്ങൾ പോഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വരച്ചെടുക്കുക. സോ ഞാനിത് ജസ്റ്റ് മാച്ച് കളയാണ്. ഓക്കെ, സോ ഇവിടെ നോക്കൂ 1/4πε0 q രണ്ടിലും കോമണാണ്. അപ്പോൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. സോ ഈ ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 q ഇൻറ്റു 1/r minus a whole square minus 1 divided by r plus a whole square. a plus b and a minus b whole squareൻ്റെ എക്സ്പാൻഷൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് 9th and 10th പഠിക്കുന്നതാണ്. What if a plus b whole square a square plus 2ab plus b square? What if a minus b whole square a square minus 2ab plus b square? അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 4πε0 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സോ നമുക്ക് എന്താ കിട്ടുക, 1 ഇൻറ്റു ആർ പ്ലസ് എ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് എ സ്ക്വയർ divided by r minus a square into r plus a square. So that is equal to q divided by 4πε0 r plus a square എന്ന് പറഞ്ഞാൽ r square plus 2ar plus a square minus r minus a square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r square minus 2ar. ആകെ ഇതിന് മാത്രമാണ് ഡിഫറൻസ് വരുള്ളൂ, പ്ലസ് a square അങ്ങനെയാണ് വരിക. ബട്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നിട്ടുള്ള കാരണം അത് എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ എടുക്കുമ്പോൾ എന്ത് വരും, ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്തായിട്ട് വരും, മൈനസ് ആർ സ്ക്വയർ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മൈനസ് 2ar വരിക. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 2ar പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ വാട്ട് ഇഫ് ദ എക്സ്പ്രഷൻ ഫോർ ആർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ സ്ക്വയർ. വാട്ട് ഇഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. വാട്ട് ഈഫ് a plus b into a plus b into a minus b into a minus b. അതായത് a plus b into a plus b എന്ന് വെച്ച് കഴിഞ്ഞാൽ a plus b സ്ക്വയർ ഇൻറ്റു a minus b into a minus b എന്ന് വെച്ച് കഴിഞ്ഞാൽ a minus b സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ കൂടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക, a plus b a minus b ൻ്റെ പുറത്തേക്ക് എഴുതുക, a plus b ൻ്റെ അപ്പുറത്തേക്ക് എഴുതുക, a plus b into a minus b into a plus b into a minus b. അറിയാലോ വാട്ട് ഇഫ് a plus b into a minus b, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. പിന്നെ ഒരു എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി വരുമ്പോൾ പിന്നെയും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ജനറൽ എക്സ്പ്രഷൻ വരിക. സിമിലർലി ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ എന്ന് വന്നിരുന്നെങ്കിൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ആർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ പ്ലസ് എ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയറിൻ്റെ ഹോൾ സ്ക്വയർ. സോ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. 9th നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ പഠിക്കുമ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ടാവും, അവിടെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. സോ ഇവിടെ വരിക ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ, റൈറ്റ്. ഇവിടെ നോക്കൂ, ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ക്യാൻസൽഡ്, എ സ്ക്വയർ ഹിയർ ഓൾസോ എ ഫോൾട്ട് നെഗറ്റീവാണ് വരിക, കാരണം പ്ലസ് എ സ്ക്വയർ ആണ് വരിക. ഒരു മൈനസ് വരുമ്പോൾ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കട്ട്. ബാക്കി നമുക്ക് കിട്ടുക q ഡിവൈഡഡ് ബൈ 4πε0. ആർ സ്ക്വയർ പോയി മൈനസ് ആർ സ്ക്വയർ പോയി, എ സ്ക്വയർ പോയി മൈനസ് എ സ്ക്വയർ പോയി, ബാക്കി വരെ 4ar ഇൻറ്റു 4ar ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ, റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഈ 4ൽ നിന്നും ഒരു 2നെ ഞാൻ പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 4πε0. അപ്പോൾ റിമൈനിങ് വരുന്നത് 2aqr divided by r square minus a square whole square. What if 2aq? 2a എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈപോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഡൈപോളിൻ്റെ ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ്. വാട്ട് ഇഫ് q? 1 charge. വാട്ട് ഇഫ് ചാർജ് ഇൻറ്റു 1 charge ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡൈപോൾ? ഇറ്റ് ഈസ് ഡൈപോൾ മൊമെൻറ്റ്. p എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മളത് കാണിച്ചിരുന്നത്. സോ 2aq എന്ന് പറഞ്ഞ ആൾ p r, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 4πε0 2pr divided by r square minus a square whole square. ഈ
ടോട്ടൽ. ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് വരിക? ഇവിടെ നോക്കാം, -q ചാർജ് ഇവിടെ. ആ പിക്ചറിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ നോട്ട്സിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് മാച്ച് കളഞ്ഞുള്ള കാരണം കാണാൻ പറ്റില്ല. -q ചാർജ് അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണിക്കുക. ഇവിടെ -q ഇവിടെ, +q ഇവിടെ. സെൻറ്ററിൽ നിന്നും ആ ഡിസ്റ്റൻസ് പാർട്ടിലാണ് പി ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, +q ചാർജ് ഇതിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യും, -q ചാർജ് ഇങ്ങോട്ടേക്ക് പുള്ളി ചെയ്യും. പക്ഷേ -qൽ നിന്നും ഡിസ്റ്റൻസ് കൂടുതലാണ്, +qൽ നിന്നും ഡിസ്റ്റൻസ് കുറവാണ്. ആരുടെ അടുത്താണോ ചാർജ് ഈ പോയിന്റ് പി ഇരിക്കുന്നത്, ആ ചാർജ് +q ഇതിനെ സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യും. -qൻ്റെ ഡിസ്റ്റൻസ് കൂടുതലായിട്ടുള്ള കാരണം പുള്ളിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. സോ പുഷിങ് ഗ്രേറ്റർ, പുള്ളിങ് ലോവർ. നെറ്റപ്പ് എന്തായിരിക്കും? പുഷിങ് ആയിരിക്കും, പുള്ളിങ് ആയിരിക്കുമോ? ഈ ഡിസ്റ്റൻസ് ഡിഫറൻറ്റാണ്, ചാർജുകൾ സെയിമാണ്. സോ നെറ്റ് പുഷിങ് റൈറ്റ് ഡയറക്ഷനിലോട്ടേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നോട് ഡൗട്ട് ചോദിക്കേണ്ടതാണ്, എന്തായാലും ആ ഡൗട്ട് വരും. ഈ പോയിന്റ് പി ഇപ്പുറത്തായിരുന്നു എന്ന് വെച്ചാലോ? അപ്പോൾ എന്താ വെച്ചാൽ -q സ്ട്രോങ് ആയിട്ട് ഇതിനെ പുള്ള് ചെയ്യും, +q അതിനെ പുഷ് ചെയ്യും. അപ്പോൾ സ്ട്രോങ് പുള്ളിങ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. സോ ഡയറക്ഷൻ അങ്ങോട്ടേക്ക് തന്നെയാണ് വരിക. സോ എന്ത് വന്നാലും ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് വരിക? വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങോട്ടേക്കായിരിക്കും, അല്ലേ? +q ചാർജിൻ്റെ അടുത്താണ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക്, -q ചാർജിൻ്റെ അവിടെ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക്. സോ നെറ്റ് ഡയറക്ഷൻ അങ്ങോട്ടേക്കായിരിക്കും. ഇവിടെ നോക്കിയാൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടേക്ക്. അത് എന്ത് ഡയറക്ഷനാണ്? ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടേക്കായിരിക്കും. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലോട്ടേക്കുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതായിരുന്നു, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവിലോട്ടേക്കായിരിക്കും. സോ ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി, ET ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 2rp divided by r² - a² whole square. What is meant by p vector? അതിൽ നിന്നെല്ലാം മനസ്സിലാക്കണം. പി വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിൻ്റെ ഡയറക്ഷനിൽ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും നെറ്റ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അങ്ങനെയല്ലേ, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടേക്ക്. സോ ദാറ്റ് ഈസ് മെന്റ് ബൈ ദിസ് വെക്റ്റർ നൊട്ടേഷൻ ഓഫ് പി. ഓക്കെ, r# എന്നൊന്നും അവിടെ ഇടേണ്ട ആവശ്യമില്ല, ക്ലാസ്സിൽ ചിലപ്പോൾ r# ഇട്ടേണ്ടായിരിക്കും. ബട്ട് ദിസ് മെത്തേഡ് ഈസ് മച്ച് ഗുഡ്. ഓക്കെ, അതല്ലെങ്കിൽ ചാർജിൻ്റെ ഒക്കെ പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടായിരിക്കണം, എങ്ങോട്ടേക്കാണ് പുഷിങ്, എങ്ങോട്ടേക്കാണ് പുള്ളിങ്, എവിടെയാണ് ഡിസ്റ്റൻസ് കുറവ്, എവിടെയാണ് ഡിസ്റ്റൻസ് കൂടുതൽ. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നെറ്റ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാവാൻ. ബട്ട് ഇതിൻ്റെ ബേസിക്സ് വളരെ തറവായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ജസ്റ്റ് എക്സാമിന് ഇക്വേഷൻ പഠിച്ച് പോയിട്ട് എക്സാം എഴുതാൻ മാത്രമേ ഉള്ളൂ. ഇത്രയും ഡീപ്പിലൊന്നും നിങ്ങൾ പഠിക്കില്ല, എത്ര പ്രധാനം പഠിക്കില്ല. അങ്ങനെ പഠിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ബേസിക്സ് ഓൺലി ഫോഴ്സുകൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, നെഗറ്റീവ് ചാർജുകളിലും പോസിറ്റീവ് ചാർജുകളിലെയും അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാൻ പറ്റും റൈറ്റ് ഡയറക്ഷനിലേക്കാണ് നെറ്റ് ഫോഴ്സ് വരാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ എഴുതുക, വേണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എഴുതുക ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, ഡൈപോൾ തല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എഴുതി വെക്കേണ്ടി വരും. അതായത് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ആദ്യം ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ടുവേർഡ്സ് ലെഫ്റ്റാണ് വരിക. സോ അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഡൈപോളിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതാവുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല, പീൻ്റെ മുകളിലാണ് വെക്ടർ വന്നിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ എക്സ്പ്രഷൻ. ഇതാണ് ദ എക്സ്പ്രഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് in the axial line of a dipole in which the point is r distance, small letter r distance, distant from the center of the dipole. ഡൈപോളിൽ നിന്നും എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എപ്പോഴും ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ പോയിൻ്റ് പി എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്, ഡൈപോളിൻ്റെ വിഡ്ത്ത് എത്ര, അല്ലെങ്കിൽ അതിൻ്റെ സെപ്പറേഷൻ ടു വേ എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ടായിരിക്കും, ഒരു ചാർജ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങളോട് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് എപ്പോഴും തന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, r - a r+a ഒന്നും തന്നിട്ടുണ്ടാവില്ല, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി സ്പെഷ്യൽ കേസ് ഫസ്റ്റ് വൺ, when r is very very greater than a. r means the distance between the point and the center of the dipole. So dipole ഇവിടെ, ഡൈപോളിൻ്റെ ലെങ്ത്ത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ആൻഡ് പോയിന്റ് വളരെ ദൂരെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആറിൻ്റെ ഡിസ്റ്റൻസ്, ആറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2 വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെൻ r is very very greater than a, r² - a² whole square എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ r എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങളൊന്ന് നോക്കുക, r എന്ന് പറയുന്നത് 10,000 ആണെന്ന് ഇരിക്കട്ടെ, a എന്ന് പറയുന്നത് ഒരു 2. അപ്പോൾ ഇവിടെ 10,000 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁸ വരും.
ഓക്കെ 10,000 മീറ്റർ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇവിടെ എ എന്ന് പറയുന്നത് ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് വെച്ചിരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ 2 മീറ്റർ ഒന്നും വരില്ല 2 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ 0.02 ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.0004. ഓക്കെ, സോ 10 to the power 8 മൈനസ് 0.0004. ഓക്കെ, 0 പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒരു 304. അത് എന്തായിരിക്കും? ഏകദേശം 10⁸ തന്നെയായിരിക്കും. കാരണം വളരെ ചെറിയൊരു ഡിക്രിമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇവിടെ ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ ഓർ അഡീഷൻ വരുമ്പോൾ ആ എനെ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു r² ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു r⁴. therefore ഈ ടോട്ടൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 2 rp ഡിവൈഡഡ് ബൈ r⁴. ആറും ഇതിലത്തെ ഒരു ആറും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടാം 1/4πε0 2p divided by r³. Now, if the distance between the given point and the center of the dipole are very much greater than the dimension of the dipole. Dimension of the dipole എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻ അനാലിസിസിലെ ഡയമെൻഷൻ അല്ല, the length, breadth, height, അതാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്. If greater than the dimension of the dipole, then we get this expression. We can elucidate this expression from this one by neglecting this a². Okay, it is because r² is very greater than a². So r² minus a² whole square can be reduced to r² that is equal to r⁴. Okay, so this is the special case of this problem. This is also can be expected in this kind of problem. Okay, next derivation. Derive the expression for electric field intensity E at a point in the equatorial line of a dipole. ഒരു ഡൈപ്പോളിൻ്റെ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ലൈക്ക് ദിസ്. ഇതാണ് സെൻറ്റർ. ദാറ്റ് ഇറ്റ് ബി ഒ. ഇതിനെ നമുക്ക് എ എന്ന് കൊടുക്കാം. ബി. ദിസ് ഈസ് പോയിൻറ്റ് പി. ഓക്കെ, സോ സെൻറ്റർ ഒയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലെ ഒരു പോയിൻ്റാണ് പി. ഇവിടെ എത്രയാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ എന്താണ് പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആ ഡൈപോളിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരുന്നു ആക്സിൽ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും കുറച്ച് നീങ്ങിയിട്ടാണ് ഈ പോയിൻ്റ് ഇരിക്കുന്നത്. സോ ഇവിടെ നോക്കുക, ഈ പ്ലസ് ക്യൂ ഈ പോയിന്റിൽ വെച്ചിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ലൈനിൽ കൂടെ എന്ത് ചെയ്യും? പുഷ് ചെയ്യും ത്രൂ ദിസ് ലൈൻ, ദിസ് ബോൾഡ് ലൈൻ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഓക്കെ ഈ മൈനസ് ക്യൂ ചാർജ് ഇവിടെ വെച്ചിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ, അതായത് ഇവിടെ പ്ലസ് ക്യൂ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പുള്ള് ചെയ്യും. അതാണ് ഈ ബോൾഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് വെക്ടറും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഈക്വലാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ നോക്കിയേ, രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് ഇ പ്ലസ് ക്യൂ, ഇത് ഇ മൈനസ് ക്യൂ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം? പാരലോഗ്രാം നമ്മൾ വരയ്ക്കണം. വരച്ചിട്ട് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡയഗണൽ വരയ്ക്കണം. അപ്പോൾ ആ ഡയഗണൽ കൂടെ ആയിരിക്കും എന്ത് വരിക? നെറ്റ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ആക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഒരു ഡയഗണൽ നമ്മൾ വരയ്ക്കണം. സോ ഇറ്റ് ഇസ് പി, ലെറ്റ് ഇറ്റ് ബി ക്യൂ. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇ മൈനസ് ക്യൂം ഇ പ്ലസ് ക്യൂം നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് രണ്ടും ഒരേപോലെ ആയിട്ടാണ് വരിക. കാരണം ഈ രണ്ട് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. ഈ രണ്ട് ചാർജുകളും ഈ പോയിൻറ്റ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ഇവിടെ ക്യാപിറ്റൽ ആർ എന്നുള്ള ലെറ്റർ വെച്ച് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതും സെയിമാണ്. സോ അതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് വരും, ഇ പ്ലസ് ക്യൂം ഇ മൈനസ് ക്യൂം. ഇനി ഇ പ്ലസ് ക്യൂ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, ആ ഇ പ്ലസ് ക്യൂവിനെ നമുക്ക് ആ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റീനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് ഇവിടെ ഞാൻ ഈ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നത് ആ ഫീൽഡ് കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്.
ഓക്കെ, ഈ വെക്ടറിനെ ഇ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വെക്ടർ, ഞാൻ ഈ പോയിന്റ് പിയിലുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. കാരണം ഇതൊരു പാരലൽ ലൈൻ, ഇതൊരു പാരലൽ ലൈൻ, എയും പാരലൽ ലൈൻ, ഇതിനിടയ്ക്കാണ് എന്ത് വന്നിരിക്കുന്നത്, എ പി വന്നിരിക്കുന്നത്. സോ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതെന്ത് വരും, ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ, ഇത് ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ. സിമിലർലി ഈ വെക്ടറിനെ നമ്മൾ ഇതേപോലെ തന്നെ പോയിന്റ് പി, ഈ വെക്ടറിൻ്റെയും ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, ഈ ആംഗിളും തീറ്റ, ഇത് ഇ മൈനസ് ക്യൂ, സോ ഇത് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ, താഴോട്ടേക്കുള്ളത് ഇ പ്ലസ് ക്യൂ ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ. ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റിസോൾവ് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, നോക്കി അവിടെ ഇ മൈനസ് ക്യൂ സൈൻ തീറ്റയും ഇ മൈനസ് ക്യൂ ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ മുകളിലോട്ടേക്കുള്ളതും ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ താഴോട്ടേക്കുള്ളതും ഈക്വലിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും ഇ പ്ലസ് ക്യൂ കോസ് തീറ്റയും നോക്കിയേ, രണ്ടും സെയിം ഡയറക്ഷനാണ്. ഇ മൈനസ് ക്യൂം ഇ പ്ലസ് ക്യൂം കൂടിയിട്ട് ഇ ക്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെ ഇ ക്യൂ കോസ് തീറ്റ ഇങ്ങനെയും വന്നിട്ടുണ്ട്, ഇ ക്യൂ കോസ് തീറ്റ ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്. ഈ മൈനസും പ്ലസും നോക്കണ്ട, രണ്ടിൻ്റെയും ഈ മൈനസ് ക്യൂം ഇ പ്ലസ് ക്യൂം സെയിം ആയിരിക്കുമല്ലോ മാഗ്നിറ്റ്യൂഡ് വൈസ്. അപ്പോൾ ജസ്റ്റ് അതിന് സിമ്പിളായിട്ട് ഇ ക്യൂ കോസ് തീറ്റ എന്ന് പറയും. ഒരു ഇ ക്യൂ കോസ് തീറ്റ ഇങ്ങോട്ടേക്ക്, ഒരു ഇ ക്യൂ കോസ് തീറ്റ ഇങ്ങോട്ടേക്ക്, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2 ഇ ക്യൂ കോസ് തീറ്റ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് വരും. സോ ഇവിടെ വന്നിരിക്കുന്നത് കണ്ട, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ക്യൂ ഓക്കെ, ഇവിടെ കുറച്ച് നേരത്തെ പോലെയല്ല, ഇവിടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ, ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരാം. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇ ക്യൂ കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്കാണ് എന്ത് വരിക, നെറ്റ് ഇലക്ട്രിക്കൽ ഫീൽഡ് വരിക. സോ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടുന്ന് ഞാൻ എഴുതുന്നുണ്ട്. ദ ഫിഗർ ഈഫ് ഷോൺ ഹിയർ. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വാട്ട് ഈഫ് ഇ മൈനസ് ക്യൂ, ഈ മൈനസ് ക്യൂ എന്താ വരിക നോക്കിയേ, അതായത് മൈനസ് ക്യൂവും ഈ പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ. സോ 1/4πε0 ക്യൂ, ഞാൻ പറഞ്ഞായിരുന്നു മൈനസും പ്ലസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഓക്കെ, പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ തന്നിട്ടുണ്ടായിരിക്കുക ഒരു ഡൈപോളിലത്തെ ചാർജുകൾ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡൈപോൾ 2a തന്നിട്ടുണ്ടായിരിക്കും. സെൻറ്ററിൽ നിന്നും പോയിന്റിലോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ തന്നിട്ടുണ്ടായിരിക്കും, ക്യാപിറ്റൽ ആറുകളൊന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ ആർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം, അത് സ്മോൾ ആറിൻ്റെയും സ്മോൾ എയുടെയും അല്ലെങ്കിൽ സ്മോൾ ആറിൻ്റെയും 2aയുടെയും ടേംസിലേക്ക് നമ്മൾ മാറ്റി എഴുതണം. ഇൻ ട്രയാങ്കിൾ OAP, which is a right triangle, ആയ കാരണം a square plus r square, base square plus height square, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, a square plus r square which is equal to capital R square. സോ ക്യാപിറ്റൽ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് a square പ്ലസ് r square എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആർ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കും, a square plus r square എന്ന് കൊടുക്കാം. ഇ മൈനസ് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 q divided by a square plus r square. Okay, first expression. What if e plus q? Similarly, 1/4πε0 q divided by a square plus r square. For e minus q and e plus q, we use notation നമ്മൾ ഇ ക്യൂ എന്ന് കൊടുക്കുക. ഇ ക്യൂ, ഇ മൈനസ് ക്യൂനും ഇ പ്ലസ് ക്യൂനും ഒന്നിച്ച് ഇ ക്യൂ എന്ന് കൊടുക്കുക. ആസ് ബോത്ത് ആർ സെയിം, ആസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആർ സെയിം,
For E minus Q and E plus Q, we use the notation EQ as both magnitude are same. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ടുള്ള നമ്മൾ ജസ്റ്റ് ഇ ക്യൂ എന്ന് യൂസ് ചെയ്യുന്നു ഫോർ സിംപ്ലിസിറ്റി. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇതിലിനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഈ ഫയൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മായ്ക്കാം. കാരണം എന്താ വെച്ചാൽ ഈ പിക്ചർ എപ്പോഴും എനിക്ക് കാണിക്കാനുള്ള റെഫറൻസ് ഇമേജ് ആയിട്ട് ഞാൻ ലെഫ്റ്റിൽ വെച്ചിരിക്കുന്നതാണ്. ഞാൻ ശരിക്കും ചെറുതായിട്ട് വരയ്ക്കാറുള്ളൂ. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എന്താവില്ല, മാഗ്നിഫൈഡ് ആയിട്ട് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, ഞാനിവിടെ ഇത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, റൈസ് ചെയ്യുന്നില്ല, അത് അവിടെ ഇരുന്നോട്ടെ. ഇത്രയും ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊന്ന് മാക്കിയിട്ടുണ്ട്. E minus Q and E plus Q can be resolved. അങ്ങനെയല്ലേ കഴിഞ്ഞ വർഷം പഠിച്ചിരിക്കുന്ന resolution of vectors resolved into their respective perpendicular and parallel component. Perpendicular and parallel component. Parallel components. ഹിയർ അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഈ വെക്ടറിനെ ഇങ്ങനെ ഇങ്ങനെയും ഈ വെക്ടറിനെ ഇങ്ങനെയും ഇങ്ങനെയുമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇതിൽ നോക്കുക, ഇതിൽ perpendicular components get cancelled out but parallel components are in same direction. So the net electric field at this point is 2 times of EQ cos theta. So 2 EQ cos theta ആണ് നെറ്റ് മാഗ്നിറ്റ്യൂഡ് വരിക. ഹിയർ perpendicular components get cancelled out as they are opposite in direction. They are opposite in direction. Parallel components get added up. Therefore net E at P that is equal to E total എന്ന് പറയുന്നത് 2 EQ cos theta ആണ് വരിക. That is equal to 2 into EQ എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു, E plus Q E minus Q സെയിം ആണ്. സോ 1/4πε0 Q divided by R square plus A square cos theta. ഇനി കോസ് തീറ്റ കണ്ടുപിടിക്കണം. ആംഗിൾ കിട്ടിയാലല്ലേ നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ? വാട്ട് ഈസ് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം, അതാണ് സൈൻ തീറ്റ. വാട്ട് ഈസ് കോസ് തീറ്റ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണം. വാട്ട് ഈസ് ടാൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. സോ ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത്. ബട്ട് കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ കോസ് തീറ്റ എന്താ വരാൻ നോക്കിയാൽ, കോസ് തീറ്റ ഇവിടെ ട്രയാങ്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇത് ആർ, ഇത് എ, ഇത് തീറ്റ, ഇത് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ കോസ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് സമീപവശം എന്ന് പറയുന്നത് എയും തീറ്റയുടെ കർണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ബട്ട് കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ ബൈ ക്യാപിറ്റൽ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ ക്യാപിറ്റൽ ആർ എന്തായിരുന്നു, കുറച്ച് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫ്രം ട്രയാങ്കിൾ എ ഒ പി. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ മാച്ച് കളയുന്നുണ്ട് കേട്ടോ, കാരണം ഇതെല്ലാം കഴിഞ്ഞു. അതാ പിക്ചർ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതുപോലെയല്ല, ഒന്നും കൂടി എളുപ്പമാണ്. രണ്ടും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാത്തമാറ്റിക്കലെ മാനിപ്പുലേഷൻ കുറച്ചേ ഉള്ളൂ, അതായത് കണക്ക് വെച്ചിട്ടുള്ള കളികൾ കുറച്ചേ ഉള്ളൂ. ഈ ഒരു എക്സ്പ്രഷനിൽ ഇതിൽ പിക്ചർ വരയ്ക്കണം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഒരു ചെറിയ പ്രയാസം. ഇത് ക്ലിക്ക് ആയവർക്ക് ഈസിയാണെന്ന് മനസ്സിലാവും, പക്ഷെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് റിസോൾവ് ചെയ്ത് നോക്കിയപ്പോൾ പെർപെൻഡിക്കുലർസൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി, പാരലലൊക്കെ ആഡഡപ്പായി. ഓക്കെ, therefore E total that is equal to T2 EQ cos theta that is equal to 1/4πε0
okay, q divided by r square plus a square into what is cos theta, a divided by root of r square plus a square. റൂട്ട് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ് റൈസ് ടു 1/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലേ. സോ വാട്ട് ഇഫ് റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് അതേപോലെ നമുക്ക് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതി കൂടെ. റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ 1/2 ആയിരിക്കും. ക്യൂബ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ഒക്കെ ആയിരിക്കും. സോ ഇവിടെ നമുക്കപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0. സോറി, നമ്മളിവിടെ ഒരു സാധനം ഇതിൽ വിട്ടുപോയി, 2 ഇവിടെ കിടക്കട്ടെ. 1/4πε0. ഈ 2ഉം എയും ക്യൂവും കൂടിയിട്ട് ഒരുമിച്ച് എഴുതാം. 2aq ഡിവൈഡഡ് ബൈ ഇത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1 എന്ന് കൊടുക്കാം. ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. വാട്ട് ഇഫ് എക്സ് റൈസ് ടു 1 ഇൻറ്റു എക്സ് റൈസ് ടു 1/2, ദാറ്റ് ഈസ് ഈക്വൽ എക്സ് റൈസ് ടു 1 പ്ലസ് 1/2, ദാറ്റ് ഈസ് ഈക്വൽ എക്സ് റൈസ് ടു 3/2 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ രണ്ടും സെയിം ആയിട്ട് വന്നിരിക്കുന്നത്, പവർ മാത്രം ഡിഫറൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3/2 എന്ന് വന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 പി ഡിവൈഡഡ് ബൈ 2aq എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ പ്രോബ്ലത്തിലത്തെ പോലെ തന്നെ പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ആണ് നമുക്ക് വരിക. ഡയറക്ഷൻ ഈസ് ഇത് പിക്ചർ വരച്ചിട്ട് കാണിച്ചു കൊടുക്കണം. ലെഫ്റ്റ് വേർഡ്സ് ആണ് വരിക. ഡയറക്ഷൻ ഈസ് ലെഫ്റ്റ് വേർഡ്സ്. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ല, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതി കൊടുക്കും. മറ്റേ പ്രോബ്ലത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി സ്പെഷ്യൽ കേസ്, കുറച്ച് മുമ്പത്തെ പോലെ തന്നെ സ്പെഷ്യൽ കേസ് ആയിട്ട് എടുക്കാം. സ്പെഷ്യൽ കേസ് വെൻ r is very greater than a, which implies r square plus a square whole raised to 3/2. okay, that is equal to r square plus a square whole raised to 3/2 എന്നുള്ള സാധനം അപ്പോൾ എന്തായിട്ട് വരും, that is equal to r square plus a square. ഈ a square നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. a വളരെ ചെറുതല്ലേ ആറിനെ വെച്ച് നോക്കുമ്പോൾ. സോ r square whole raised to 3/2, that is equal to r into 2 into 3/2. 2 കട്ട് ചെയ്ത് പോയാൽ നമുക്ക് ആർ ക്യൂബ് എന്ന് പറഞ്ഞ് കിട്ടും. ദെർഫോർ ഈ ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. കണ്ടോ, 1/4πε0 പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്നാണ് നമുക്ക് കിട്ടുക. കുറച്ച് മുമ്പത്തെ എക്സ്പ്രഷൻ എന്തായിരുന്നു, ആക്സിൽ ലൈനിൽ 1/4πε0 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇവിടെ 1/4πε0 പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ സെൻറ്ററിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അപ്പാർട്ടായിട്ട് നമ്മളൊരു പോയിന്റ് പി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്, 1/4πε0 2p ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. എന്നാൽ ഇക്വറ്റോറിയൽ ലൈനിൽ ഇതേ ഡിസ്റ്റൻസ് ആർ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ പി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി 1/4πε0 പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. സോ ഇക്വറ്റോറിയൽ ലൈനിൽ വെച്ചിരിക്കുന്ന ഒരു പോയിന്റിലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ട്വൈസ് ആയിരിക്കും ഇതിൽ പി, അപ്പുറത്ത് 2p, ബാക്കിയൊക്കെ സെയിമാണ്. ആക്സിൽ ലൈനിൽ വെച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, പ്രൂവ് ദാറ്റ് ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്ലേസ്ഡ് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ ആൻ ആക്സിയൽ ലൈൻ വിച്ച് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് എ പോയിന്റ് അറ്റ് ദ ഇക്വറ്റോറിയൽ ലൈൻ ഇഫ് the distance are same in both condition. രണ്ട് കണ്ടീഷനിലെ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആക്സിൽ ലൈനുള്ളത് ഇക്വറ്റോറിയലിൻ്റെ ട്വൈസ് ആണെന്ന് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ആക്സിയലും ഇക്വറ്റോറിയലും രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കണം. എന്നിട്ട് കാണിക്കണം ആക്സിൽ, അതായത് ഈ ആക്സിയൽ 1/4πε0 2p by r cube, ഈ equatorial that is equal to 1/4πε0 p by r cube. Therefore ഈ axial that is equal to 2 പുറത്തേക്ക് എടുത്തതിന് 2 into ഈ ഇക്വറ്റോറിയൽ ഇങ്ങനെയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. മാത്രമേ ഉള്ളൂ, ഒരു 2ൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയും വരും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് സാധനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ രണ്ട്
സ്പെഷ്യൽ കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഈ രണ്ട് പ്രോബ്ലത്തിന് സ്പെഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് വേണം, മറ്റേതൊരു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നൊക്കെ വെച്ചിട്ട് വരാം. സ്പെഷ്യൽ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമുക്കിത് ഡിറൈവ് ചെയ്യേണ്ടി വരിക. സോ ഈ രണ്ട് ഡെറിവേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസും വരും. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കണം. ഓക്കെ.